തിരികെ ചർച്ചയിലേക്ക് ശ്രീജിത്ത് പണിക്കർ. കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം എക്സാലോജിക്കിന് മേൽ വരുമ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലും തുടർ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുമാണ് എക്സാലോജിക്കിനെതിരെ ഇങ്ങനെയൊരു അന്വേഷണം വരുന്നത്. അതിൽ CMRL-ഉം ഒപ്പം KSIDC-യും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഇവിടെ ശ്രീ പ്രഭാത് ചൂണ്ടിക്കാണിച്ചത് വീണ വിജയൻ എന്നുള്ളത് ഒരു വ്യക്തി തന്നെയാണ്. നേരത്തെ മുതൽക്ക് തന്നെ സർക്കാരും CPM-ഉം ഒക്കെ ഉന്നയിക്കുന്നത് അങ്ങനെയാണ്, കമ്പനികൾ തമ്മിലുള്ള ഇടപാട് വീണ വിജയൻ ഒരു വ്യക്തി മാത്രമാണ് എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാം, വീണ വിജയൻ എന്നുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പദവി അലങ്കരിക്കുന്നിടത്തോളം കാലം ആ പദവിക്ക് ചേരുന്ന തരത്തിൽ ആരെല്ലാം അവരുടെ സ്വാധീന വലയത്തിൽ വരും എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. 2, KSIDC-ക്ക് എപ്പോൾ വേണമെങ്കിലും മറുപടി നൽകാം, അല്ലെങ്കിൽ KSIDC-ക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകിയേ മതിയാകൂ എന്നൊന്നുമില്ല. നിയമം ഇവിടെയുണ്ട്, അതനുസരിച്ച് KSIDC മുന്നോട്ട് പോയിക്കൊള്ളും എന്നാണ് പ്രഭാത് പറയുന്നത്. പതിവ് പല്ലവികൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. നിയമപരമായി നേരിടും, അല്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ, എന്ത് ഭൂകമ്പമാണ് ഇനി ഇതിൽ കൂടുതൽ വരാനിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അല്ല, നോക്കൂ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൊന്നും തന്നെ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയുന്നതിന് പകരം മറുചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്. നിരവധി കോടതി വിധികളിൽ, അത് ഹൈക്കോടതി ആയിക്കോട്ടെ, രാജ്യത്തുള്ള വിവിധ കോടതികളായിക്കോട്ടെ, സുപ്രീം കോടതി ആയിക്കോട്ടെ, ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഭരണകർത്താക്കളെ കുറിച്ചൊക്കെയുള്ള കേസുകളിൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന്. അപ്പൊ അത് സീസറിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞുകൊണ്ട് ഭാര്യയെ പറ്റി മാത്രമേ പറയാവൂ എന്നല്ല, സീസറിന്റെ പിന്നെ മകനും മകളും മരുമകനും ഒക്കെ തന്നെ സംശയത്തിന് അതീതരായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാര സ്ഥാനത്തിരിക്കുന്ന, സമഗ്രമായിട്ടുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകൾ ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു. ആ കമ്പനിക്ക് ഇതേപോലെ ഒരു കരാറിന്റെ പുറത്ത് ഒരു കോൺട്രാക്ട് കിട്ടുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബന്ധുവുമായിട്ടുള്ള വ്യക്തിത്വം എന്ന രീതിയിൽ മാത്രമേ ആൾക്കാർ കരുതുകയുള്ളൂ. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട എൻക്വയറികളിൽ അവർക്കൊരു ക്ലീൻ ചിറ്റ് ഉണ്ടാകണം. നാളെ ഇതുവരെ ശ്രീ പ്രഭാത് മനസ്സിലാക്കേണ്ടത് അതാണ്. CPM-ന്റെ സംസ്ഥാന സമിതിയാണെങ്കിലും ശ്രീ MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി തന്നെയാണെങ്കിലും മറ്റുള്ള ആൾക്കാരെല്ലാവരും ഈ വിഷയത്തിൽ ഇത്രയും വലിയ വിശദീകരണങ്ങളും ക്യാപ്സൂളുകളുമായിട്ടൊക്കെ വന്നതിന് ശേഷവും ആ കമ്പനിയുടെ ഭാഗത്ത് ഈ രീതിയിലത്തേക്കുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പിന്നെ വിശദീകരിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ തന്റെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യേണ്ടതിന്റെ ലയബിലിറ്റി എന്തിനാണ് സർക്കാരിന് വരുന്നത്, എന്തിനാണ് അത് CPM-ന് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അപ്പൊ എന്തിനാണ് CPM ഇതിനെ പറ്റി വിശദീകരിക്കുന്നത്? ആ കമ്പനി നേരത്തെ ശ്രീ പ്രഭാത് പറഞ്ഞിരിക്കുന്ന അതേ ന്യായം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്താണ്? അത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അവരൊരു ഇൻഡിവിജ്വലാണ്, അവർക്ക് ഈ നാട്ടിൽ ബിസിനസ് നടത്താനുള്ള എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ നിയമക്കുരുക്കോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരാണ് വിശദീകരിക്കേണ്ടത്, അല്ലാതെ മന്ത്രിയല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല, പാർട്ടിയല്ല എന്ന് പറയണമായിരുന്നു. അതിന് മുൻ കീഴ്വഴക്കങ്ങൾ നിരവധിയായിട്ടുണ്ടല്ലോ. ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാർട്ടിയെല്ലാം ഇതേപോലെ സംസ്ഥാന സമിതി കൂടി ഒരു ഇണ്ടാസിറക്കുകയായിരുന്നു? അല്ല. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിരുന്നതിന് ശേഷം ഇതിനെപ്പറ്റി ഞങ്ങൾ വിശദീകരിക്കാം, ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയായിരുന്നോ? അല്ല. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അതിൽ നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡീവിയേഷൻ ഇന്ന് കാണുന്നുണ്ട്. ഈ പ്രശ്നത്തിനെ ഓണപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നത് പാർട്ടിയാണ് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വന്നിരിക്കുന്ന ഉത്തരവ് വളരെ കൃത്യമായിട്ട് 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ROCയുടെ എൻക്വയറിയുടെ ഫലമായിട്ട് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി CPM സ്വയം എടുത്ത് തലയിൽ വെച്ചതുകൊണ്ടാണ്. കാരണം അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ വിശദീകരണം പറഞ്ഞതിന് ശേഷം അവർക്ക് ഒഴിഞ്ഞു പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഇത് സുതാര്യമാണ് എന്നും അത് നിയമപരമാണ് എന്നും പറഞ്ഞിരിക്കുന്നത് CPM ആയതുകൊണ്ട് അത് അങ്ങനെ അല്ല എന്നൊരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു എൻക്വയറിയിൽ വന്നാൽ പോലും അതിന്റെ എക്സ്റ്റൻഡഡ് ലയബിലിറ്റിയും ഈ സംവിധാനത്തിനുണ്ട്, പാർട്ടിക്കുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. അത് ചോദിക്കുന്ന സമയത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര ഏജൻസികൾ എത്ര FIR ഇട്ടു എന്ന് ചോദിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമോ? ഇപ്പൊ BJP അത് എൻറ്റയർലി ഡിഫറന്റ് വിഷയമാണ്. അങ്ങനെ ഒരു ആരോപണം താങ്കൾക്കുണ്ടെങ്കിൽ അത് മറ്റൊരു ചർച്ചയാണ്. അല്ലാതെ BJP ഭരിക്കുന്ന ഇപ്പൊ ഗുജറാത്തിലോ UP-യിലോ FIR ഇട്ടതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള ഒരു കേസ് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ, ഷോൺ ജോർജിന്റെ പരാതി അപ്പോൾ മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറും തൊടി ന്യായങ്ങളാണ്.
ആ ന്യായത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ചോദിക്കുന്ന, അതിപ്പം ഞാനായിക്കോട്ടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോടോ ഒരു കമ്പനിയോടോ ചോദിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മറുപടി അവർ പറയാൻ കഴിയണമെന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് എന്ത് അർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയല്ല വീണ വിജയൻ പറയേണ്ടത്. നേരെ മറിച്ച് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം ഒന്ന്. രണ്ട്, അവർ നടത്തിയിരിക്കുന്ന എൻക്വയറിയാണ്. രണ്ട്, പിന്നെ നമ്മുടെ ഈ ഓർഡർ ഇട്ടിരിക്കുന്ന കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ട് ROC എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് KSIDC ആണെങ്കിൽ കൃത്യമായ മറുപടി പറയണം. അല്ലാതെ മറുപടി പറയാതെ അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയർ അഞ്ഞാഴി എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം എന്താണ്? ഇവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണ്? ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യം പോലെയല്ല, അതിനുള്ള നിയമപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനം എവിടെയുള്ളപ്പോൾ അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞേ മതിയാകും. അപ്പൊ അതിന് അവർക്ക് തോന്നുന്ന പോലെ മറുപടി പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കമ്പനി കാര്യം നോക്കുകയാണ്. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ കമ്പനി ആണ് എങ്കിൽ പോലും അവർക്കത് പറയാൻ പറ്റില്ല, അവരുടെ സ്വന്തം കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ശ്രീ പ്രഭാത്, അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അവർക്ക് പറയാൻ കഴിയില്ലെങ്കിൽ താങ്കൾ പറയൂ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അറിയാനുള്ളത്. ഒന്ന്, CPM പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. താങ്കൾ CPM അനുഭാവി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് അവിടുത്തെ സേവനം? ആ സേവനം എന്താണ് നൽകിയിരിക്കുന്നത് എന്നതിനെ പറ്റി ഇന്നേ വരെ നമ്മുടെ മുന്നിൽ ഒരു തുണ്ട് പേപ്പർ പോലും ഇല്ല. ഇന്ന സേവനങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്ന് ഈ ന്യായീകരിക്കുന്ന ഒരാൾ പോലും പറയുന്നില്ല. അപ്പൊ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യമാണ് ROC ചോദിക്കുന്നത്. എന്താണ് അവിടെ നൽകിയിരിക്കുന്ന സേവനം? അതിന് മറുപടിയില്ല. രണ്ട്, നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള പാർട്ടിയുടെ വിഷയമോ ഇൻഡിവിജ്വലിന്റെ വിഷയമോ അല്ലാതിരിക്കുന്ന KSIDC, ഞാൻ ചോദിക്കുന്ന KSIDCക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് ക്രമക്കേട് വഴി അവർക്കുണ്ടായിരിക്കുന്ന ഒരു എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസ് ആണ്, നഷ്ടമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് സോഴ്സ് ആയിട്ട് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നു. KSIDC മറുപടി പറയേണ്ടതല്ലേ? KSIDC എന്താ മറുപടി പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നോട്ടീസുകൾ കൊടുത്തതിന് ശേഷവും KSIDC മറുപടി നൽകാത്തത് എന്താണെന്നുള്ള ഒരു ചോദ്യമല്ലേ? അതിനും ശ്രീ പ്രഭാത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയണ്ടേ? ഞാൻ പറയുന്നത് ഇത് ശ്രീ പ്രഭാതിന്റെ ഉത്തരവാദിത്തമാണ് എന്നല്ല. ഞാൻ പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി തരണമെന്നില്ല, ശരി തന്നെ. പക്ഷെ ഇത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ചോദിച്ചു കഴിഞ്ഞാൽ, ROC ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനികളോട് ചോദിക്കരുതോ? അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യം കിട്ടട്ടെ. അത് ഏത് വകുപ്പ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് വഴിയാണ്. ആ കമ്പനീസ് ആക്ട് വഴി ഇവർക്കെല്ലാം അധികാരപ്പെട്ട ആൾക്കാരാണ്, ഉത്തരവാദിത്തമുണ്ട്, നിയമപരമായിട്ടുള്ള ചുമതലകളും അധികാരങ്ങളുമുണ്ട്. അവർ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവൻ ചോദിച്ചാൽ പറയത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരാളിനെ ബഹിഷ്കരിക്കാൻ കഴിയില്ല. KSIDCക്ക് തീരെയും കഴിയില്ല. കാരണം അവിടുത്തെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി കൗതുകരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാം. താങ്കൾ പറഞ്ഞ ജയ്ഷ ബാറ്റ് എടുത്തിട്ടുണ്ടോ? ജയ്ഷ ബാറ്റ് എടുക്കാതെ എങ്ങനെയാണ് ICCയിലും മറ്റും പോയത്? ICCയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് അല്പം മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഏതൊരു സ്പോർട്സിന്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ആ സ്പോർട്സ് കളിക്കണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി, ആ ഒരു മന്ത്രി ഒരു വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഇപ്പൊ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ ഡോക്ടർ ആയതുകൊണ്ടാണോ അങ്ങനെ ആയിരിക്കുന്നത്? അല്ല. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്താണ്? മാധ്യമ പ്രവർത്തന ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഡോക്ടറിന് മാത്രമേ അത് പറ്റൂ എന്നുണ്ടോ? അങ്ങനെയില്ല. കാരണം അവിടെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ഇവർ രോഗികളെ ചികിത്സിക്കാനല്ല പോകുന്നത്. അതേപോലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടുന്ന ആൾക്കാരാണ് അവിടെ പോകേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജയ്ഷയ്ക്ക് അതിന് പരിചയമില്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഫീൽഡ് ഇതാണ്. അദ്ദേഹം അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ബോർഡിൽ, പണ്ടുണ്ടായിരുന്ന സെൻട്രൽ ക്രിക്കറ്റ് ബോർഡ്, അതിൽ അദ്ദേഹം അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം GCAയിൽ വരുന്നു, ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ. ആ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് അവരുടെ നോമിനിയായിട്ട് അദ്ദേഹം BCCIയിലേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുണ്ട്. അപ്പൊ അത് മോഡിയുടെ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അമിത്ഷായുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് ഇപ്പൊ താങ്കൾ ഇടതുപക്ഷത്തിന്റെ അനുഭാവി ആയതുകൊണ്ട് ഞാൻ പറയാം, ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടി സ്റ്റേറ്റ് ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ UP ഒന്നാം സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവ് 2005 മുതൽ 2008 വരെ BCCIയുടെ പ്രസിഡന്റ് ആരായിരുന്നു? താങ്കൾക്കറിയോ? ശരത് പവാർ ആയിരുന്നു. ശരത് പവാർ രാഷ്ട്രീയക്കാരനാണോ? അതോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണോ ശരത് പവാർ? താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 വർഷം അദ്ദേഹം BCCIയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം, താങ്കൾക്ക് താല്പര്യമുള്ള ഐഡിയോളജിക്കൽ പ്രസ്ഥാനം പിന്തുണ നൽകാതിരുന്ന രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം 2-3 വർഷം ICCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിപ്പിച്ച് തന്നിരിക്കുന്ന, ബാറ്റ് നന്നായിട്ട് പിടിക്കാൻ അറിയുന്ന, നന്നായി ബോൾ അറിയാൻ അറിയുന്ന ക്രിക്കറ്റർ ആയതുകൊണ്ടാണോ അദ്ദേഹം ICCയിലേക്ക് പോയത്? അല്ല. അപ്പൊ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ പറയുന്നത്
അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററാണ്. ശരത് പവാറിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല. അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെയുള്ള BCCIയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല സംഘടനകളിൽ, പല ക്രിക്കറ്റ് അസോസിയേഷനുകളിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നയാളാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരാളിന്റെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ജഗ്മോഹൻ ഡാൽമിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടയാളാണ്. ജഗ്മോഹൻ ഡാൽമിയ ഇവിടെ സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, താങ്കൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായിട്ടുള്ള ആരോപണം പറയുന്ന സമയത്തും താങ്കൾ ഉപയോഗിക്കുന്ന ഉപമകളും താരതമ്യങ്ങളും എല്ലാം തന്നെ ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ് ആണ്. താങ്കൾ ഇതങ്ങ് വിട്ടേക്കൂ. ഇപ്പൊ നമ്മൾ ഇത് ബൈ ചാൻസ് പറഞ്ഞു വന്നിരിക്കുന്ന വിഷയമാണ്, അതങ്ങ് വിട്ടേക്കൂ. പക്ഷെ ഇവിടെ പറയേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വീണ വിജയന്റെ കമ്പനി നൽകിയിരിക്കുന്ന സേവനം എന്താണ് ആർക്കും അറിയില്ല. CPM അറിയില്ല. സൈബർ അണികൾ ചിലതൊക്കെ പാടി പുകഴ്ത്തുന്നു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് സേവനമാണെന്ന് ആർക്കും അറിയില്ല. KSIDCയുടെ പങ്കിനെ പറ്റി അറിയില്ല. KSIDC മറുപടി നൽകാത്തത് എന്താണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? KSIDCക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ ഈ ഉത്തരങ്ങൾ ഇവിടെ കിട്ടണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. അവിടെയാണ് പ്രശ്നം. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാളിന്റെ വീട്ടിലേക്ക് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കുറെ ചർച്ചകൾ നടത്തി. അപ്പൊ എനിക്ക് ഇങ്ങനെ പൈസ തരാൻ പറ്റി എന്നും അങ്ങനെയാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യമാണ് പറയേണ്ടത്. എനിക്ക് അവരുടെ പരിചയം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടി, അപ്പൊ എപ്പോഴേലും വല്ല വരുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാം. എന്തിനുള്ള സോഫ്റ്റ്വെയർ? അപ്പൊ ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയോ? അതിന്റെ ഷെഡ്യൂൾ എന്തായിരുന്നു? ഏത് സമയത്ത് അത് ഡെലിവർ ചെയ്തു? ഇതൊക്കെ ആൾക്കാർ അറിയേണ്ടതല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് എന്നതിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. അതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിന്റെ കമ്പനി എന്നല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് അങ്ങയുടെ മറുപടി എന്താണ്? അതിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ FIR ഇട്ടതിന് ശേഷം മാത്രമേ പറയൂ എന്നാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അല്ലെങ്കിൽ താങ്കൾ അതിനൊരു ലോജിക്കലായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എങ്കിലും അതിൽ നടത്തേണ്ടതാണ് എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതെ, തിരികെ എത്താം ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ പാണ്ഡ്യാല ഷാജി, CMRLനോട് ROC ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മാസപ്പടി വിവാദത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ROC ബംഗളൂരു കേന്ദ്രീകരിച്ച് എക്സാലോജിക്കിനെ കുറിച്ച് അന്വേഷിച്ചതിൽ നിന്ന് ചട്ടവിരുദ്ധമായും നിയമവിരുദ്ധമായുമുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു ചോദ്യം. രണ്ട്, പ്രഭാത് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു ഇതിനൊരു രാഷ്ട്രീയ മാനം വരുന്നത് കൃത്യമായ അന്വേഷണം അതിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് എന്നുള്ളതാണ്. അത് ഏതു തലം അല്ലെങ്കിൽ ഏത് ഭൂകമ്പമാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നും പ്രഭാത് ചോദിക്കുകയുണ്ടായി. ഇത് രണ്ടും സംബന്ധിച്ച മറുപടി. മിസ്റ്റർ പ്രഭാതിനോട് ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഒരു മാസ് പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥം ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ പാർട്ടി എന്നല്ല. അതിൻ്റെ പ്രാഥമികമായൊരു പാഠമാണത്. ഒരു ബഹുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഴുവൻ സംഘടനാശേഷിയും അവഗണിച്ച് അത് മുഴുവൻ തന്നെ തന്നിലേക്ക് മാത്രമായി ചുരുക്കി തൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഒരു പാർട്ടി നിലനിൽക്കുന്നത് എന്ന് വരുത്തി തീർത്തതിൻ്റെ അനിവാര്യമായിരിക്കുന്ന രാഷ്ട്രീയ ദുരന്തമാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ, സോക്കോൾഡ് ലെഫ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. ആ രാഷ്ട്രീയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളുടെയും കേന്ദ്ര ബിന്ദുവായി, ആങ്കറിംഗ് പോയിന്റായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മാറുന്നു എന്ന ഇത്ര അതിദാരുണമായിരിക്കുന്ന ഒരവസ്ഥ, അതിപരിഹാസ്യമായ ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടുക ഇപ്പോൾ സാധ്യമല്ല. അപ്പം അങ്ങനെ ചിത്രമില്ല. അത്തരം ഒരവസ്ഥ നിലനിൽക്കവെയാണ് യാതൊരു തരത്തിലുണ്ടായിരിക്കുന്ന മനസാക്ഷിക്കുത്തോ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാക്കുന്ന മനസ്താപവും ഇല്ലാതെ ഇത്തരം സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാണ് നിങ്ങൾ കേവലം ന്യായീകരണ തൊഴിലാളികൾ മാത്രമാണ് എന്ന ആരോപണം നിങ്ങളെപ്പോലുള്ളവർക്കെതിരെ ഉന്നയിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ അത് ഖേദകരമാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാൽ, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സംഭവത്തിനകത്ത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതിനകത്ത് 1,72,00,000 രൂപ, അതാ ഞാൻ റൗണ്ട് ഫിഗർ എന്ന് പറഞ്ഞത് 1.25, ഞാൻ 2 കോടി ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന 1.25 കോടി ഉറുപ്പിക പിന്നെ വീണ വിജയന് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം തെളിയിക്കപ്പെട്ടതല്ലേ? ഫ്ലോറിൽ തെളിയിക്കപ്പെട്ടത്, നിയമസഭക്കകത്ത് തെളിയിക്കപ്പെട്ടതല്ലേ? മാത്യു കുളനാടൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആ വിഷയം ഉന്നയിച്ചതിന്റെ ഭാഗമായി ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് AK ബാലൻ പോലും അവസാനം വിശദീകരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്തിനാണ് ഈ ഇടപാട് നടത്തിയത്? എന്ത് തരത്തിലുണ്ടായിരിക്കുന്ന കണ്ടന്റിനോട് കൊടുത്തിരിക്കുന്ന
പിന്നെ എന്താ പറയാ പിന്നെ പേബിൾ ആയ ഒരു സംഭവമാണ് ഈ പറയുന്ന 1.25 കോടി രൂപ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഈ ഉത്തരവില്ല എന്ന് നിലനിൽക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൊണ്ട് നിൽക്കവെയാണ് മുഖ്യമന്ത്രി വായിൽ നാവെടുത്താൽ തുറന്നാൽ കളവ് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയ്ക്ക് ആദ്യം പറഞ്ഞത് അത് 2 വ്യക്തികൾ തമ്മിലുള്ള കരാറുകൾ എന്നാണ്. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള കരാറുകൾ മാത്രമായിട്ട് അത് ചുരുക്കുമ്പോൾ തന്റെ മകളാണെന്ന് പറയാൻ മാത്രമുള്ള രാഷ്ട്രീയവും, അതായത് ഒരു വ്യക്തി എന്നതിനാക്കുന്ന ധൈര്യവും പോലും ആ മനുഷ്യൻ കാണിച്ചില്ല എന്ന പരിതാപകരമായ അവസ്ഥ വേറൊരു ഭാഗത്താണ് കിടക്കുകയാണ്. അതിന്റെ മേലെയും കൂടിയാണ് ഇപ്പോഴെന്ത് വന്നത്? ബാംഗ്ലൂർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു. കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ സ്വാഭാവികമായും അതിനകത്ത് ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, അന്വേഷണം വരട്ടെ എന്ന് പറയാം. അത് വരുന്നതിന് മുൻപ് തന്നെ വെള്ളാട വെച്ചോ പരിപ്പ് വെച്ചോ മാറി വെച്ചോ എന്നല്ല പറയേണ്ടത്. അത് പറയേണ്ടി വിടേണ്ടത് ഞാൻ ഖണ്ഡിതമായി കൂടി ഞാൻ പറയാണ്. MTയുടെ രണ്ടാം ഊഴമെന്ന് അദ്ദേഹത്തിന്റെ വിഖ്യാതമായിരിക്കുന്ന നോവലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു നോവൽ കൂടി പറയാണ്. കാലം, ഞാനത് പഠിപ്പിക്കുകയും ചെയ്തതാണ് ആ നോവല്. കാലത്തിനകത്ത് സേതു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, സുമിത്ര എന്ന് പറയുന്ന മറ്റു കഥാപാത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കാലം ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്. ഇതിന്റെ മേലെ ഗൗരവപരമായി അന്വേഷണം നടക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വലിയ ശിക്ഷയും ഇതിന്റെ കൂടെ കിടപ്പുണ്ട് എന്നത് ഈ പറയുന്ന മിശ്രപ്രഭാത് നിങ്ങൾ മറന്നുപോകണ്ട. ഇത് ഞാൻ മുൻകൂട്ടി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നടക്കണമെന്നുള്ള താല്പര്യത്തിന്റെ മേലെ മാത്രമല്ല, അങ്ങനെ ചിത്രം രൂപപ്പെടുക എന്ന് മാത്രമാണ് ഈ കേരളത്തിനകത്ത് കടന്നിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ആയിരിക്കുന്ന കെടുകാര്യസ്ഥയുമായിരിക്കുന്ന ചിത്രത്തിന്റെ കൂടെ പബ്ലിക്കിന് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത നിങ്ങൾ എത്ര മൂടി വെച്ചാൽ പോലും, എത്രമാത്രം നിങ്ങൾ മൂടി വെച്ചാൽ പോലും അയാൾ അഴിമതിക്കാരനാണ് എന്ന് പറയുന്നവരാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷവും. അഴിമതിക്കാരനാണ്, കുടുംബ അഴിമതിക്കാരനാണ്. ഇല്ല എങ്കിൽ എവിടുന്നാണ് ഇത്രയും വലിയ സാമ്പത്തിക ശേഖരം അദ്ദേഹത്തിന് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ മാത്രമായി ഇത്രയും ആരോപണങ്ങൾ ഉയരുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് അന്വേഷിക്കാനുള്ള ഒരു ജനാധിപത്യപരമായ മര്യാദ കാണിക്കാതെ ഞാൻ SLC തോറ്റിട്ടുണ്ട് എങ്കിൽ അർത്ഥം എന്താ? തോറ്റു കഴിഞ്ഞാൽ അങ്ങനത്തെ SLC തോറ്റതെന്നല്ല മറുപടിയല്ല, ഞാൻ എന്തുകൊണ്ട് തോറ്റു വന്നതാണ്. ഇതുപോലെ ഈ മുഖ്യമന്ത്രിക്കും ഈ കുടുംബത്തിനുമെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് എന്തുകൊണ്ട്? ഇന്ത്യയിലെയോ കേരളത്തിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിനകത്ത് ഇത്രയേറെ അഴിമതി ആരോപണ വിധേയരായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഒരു കുടുംബത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇത്രയും നഗ്നമായ യാഥാർത്ഥ്യത്തിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കരിമലക്കടത്തിൽ വരെ സരോജിനി നായിഡു വന്നെഴുതിയിരിക്കുന്ന വിഖ്യാതമായിരിക്കുന്ന കവിതയാണ് കോറമണ്ഡൽ അരയന്മാരുടെ കഥ. ഈ അരയന്മാരുടെ കഥ എഴുതുമ്പോൾ അവിടെ നിന്ന് ഒരു തരി കരിമണൽ പോലും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഈ പറയുന്ന ആലപ്പുഴ കടപ്പുറത്ത് ഏതാണ്ട് ഷോൺ ജോർജ് നേരത്തെ പറയുമ്പോൾ 40,000 കോടിയോ 50,000 കോടി രൂപയോ മറ്റേ എടുത്ത് പിന്നീട് കരിമണലാണ് കടത്തിക്കൊണ്ടുവരുന്നത്. ഈ കടത്തിക്കൊണ്ട് കൊള്ളയടിച്ചിരിക്കുന്ന പണത്തിലെ കേരളത്തിന് കിട്ടിയിരിക്കുന്ന തുക എത്ര? 5 നയാ പൈസ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം തരുന്ന വാവിട്ട് നിലവിളിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന പൈസ KSIDCക്ക് കൊടുക്കേണ്ടിരിക്കുന്ന പൈസ എവിടെയുണ്ട്? കൊടുത്തോ? അത് കൊടുക്കാതെയാണ് 1.25 കോടി ഇപ്പുറത്ത് കൊടുത്തു എന്ന് പറയുന്ന ആരോപണമല്ല. അത് ഏതാണ്ട് അന്വേഷണത്തിന്റെ ഒരു വലിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണത്. ഇത്തരമൊരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ കാണുന്നതിന് പകരം, അത് യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യുന്നതിന് പകരം അതില്ലാത്തതാണ് BJPയുടെ ധാരണമാണ്. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ, ഇത് ഒരു ഈ പറയുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ഒരു ഉന്മാദത്തിലെ ഒരു ഭ്രാന്തിലോ ഒരു കിനാവ് കണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു സംഭവം അന്വേഷണം നടക്കും. ഇവിടെ എന്തെങ്കിലും നടക്കുമോ? അങ്ങനെ നടക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഒരു മണ്ണാങ്കട്ടി നടക്കൂലല്ലോ, ഉറപ്പല്ലേ? ഇത് നടക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? നടക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, മരിക്കാതെ ജനാധിപത്യം ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. അതിന് പകരം പറയേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രേതമായോ നടത്തുന്നത് പറയല്ല വേണ്ടത്. അത് ജനാധിപത്യപരമായി നടക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയാണത്. ആ പ്രക്രിയയെ ബഹുമാനിക്കണം. സോഷ്യൽ ഫാസിസ്റ്റ് ആയവർക്ക് അതൊരിക്കലും തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലെ ആളുകൾ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത്. അവിടെ ഞാൻ പരിപ്പ് വാങ്ങിയോ പരിപ്പ് വാങ്ങി വെക്കോ മാറ്റി വെക്കോ എന്നല്ല. ഇത് മാറ്റി വെക്കോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കേരളത്തിലെ 1 ലക്ഷം ജനങ്ങളുണ്ട്. ആ 1 ലക്ഷം ജനങ്ങളുടെ മുഖത്ത് നോക്കി കാറി തുപ്പുകയാണ് നിങ്ങൾ ചെയ്തത്. കാരണം ഈ കേരളത്തിനകത്ത് ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരാളില്ലാത്തതുകൊണ്ടും ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടുമാണ്. എന്താ ഇപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിലെ മെഷർ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നത്? എവിടെയെങ്കിലും ഉപയോഗിച്ചത്? എന്തിനാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചത്? ശരിക്കും ഒറ്റ കാര്യത്തിൽ ഇയാളെ കുടുംബത്തെ ന്യായീകരിക്കാനല്ലേ? മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? പകരം എന്താണ് എവിടെയായി വരുന്നത്? ഇവിടെ വരുന്ന അഴിമതിയാണ്, നഗ്നമായ അഴിമതി ആരോപണമാണ്. ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. അതല്ലേ ഇന്റർയം ബോർഡിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അത് വന്നു എന്ന് പറഞ്ഞാൽ അതിനെ അഡ്മിറ്റ് ചെയ്തൂടെ? അത്
അത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് അങ്ങനെ പെശകാണെങ്കിൽ ആ പെശക് ഇന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണം, ഏറ്റു പറയണം. ആ ഏറ്റു പറയുന്നതുകൊണ്ടാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്, തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയാനുള്ള വിശുദ്ധി കാണിക്കണം. ലോകത്തെ ആ ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ കയറി പോലും തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ളവരാണ് വാസ്തവത്തിൽ ആരെന്നറിയോ? മാന്യമായ കമ്മ്യൂണിസ്റ്റുകാർ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർക്ക് അത് പറയാൻ കഴിയില്ല. കാരണം പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ ജനവിരുദ്ധമായാൽ ഈ ജനവിരുദ്ധത്തിന്റെ ഭാഗമാണ് കളവ് പറയാന്നുള്ളത്. ആ കളവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ സംഭവത്തെയും ഫ്ലോറിലും ഈ പാർട്ടിയെയും ഉപയോഗിച്ച് നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. എത്ര സംഭവങ്ങൾ അത് ആവർത്തിക്കുന്നതല്ലേ പറയുന്നത്, എത്ര സംഭവങ്ങൾ. അതിന് ഓരോ തവണ വരുമ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, MTയുടെ കാലം എന്ന് പറയുന്ന നോവലിലെ കാലം സാക്ഷി എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങൾ? ഇതിന്റെ മേലെ ഗൗരവപരമായിരിക്കുന്ന അന്വേഷണം നടക്കുകയും ഇനി തുറക്കാത്ത ഏതെങ്കിലും ജയിലുണ്ടെങ്കിൽ ആ ജയിലിന്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ളാൻ നടത്തിയിരിക്കുന്ന ആളുകൾ അതിനകത്തേക്ക് പോവുകയും ചെയ്യുമെന്ന കടുത്ത ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ പറയുന്നത്. ശരിക്കും അതെ ശ്രീ പ്രഭാത്, ഇത് ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിന് എത്ര ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകളോ ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം ROCയുടെ കണ്ടെത്തൽ അതനുസരിച്ച് തന്നെയാണ്. എന്തായാലും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഇപ്പോൾ CPM അണിയറയിൽ വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെയുള്ള ന്യായീകരണ വാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് പൊതുസമൂഹത്തിന് മുൻപാകെ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ഈ അന്വേഷണത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് തുടർ ചർച്ചകൾക്ക് വഴിവെക്കും. ഇടതുപക്ഷത്തിന് ഇതിന്മേലൊരു ധാരണയുണ്ടോ വ്യക്തമായിട്ടെങ്കിലും? കാരണം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇങ്ങനെ എല്ലാ ചർച്ചകളിലും വന്നിരുന്ന് വെള്ളപൂശാം എന്നുള്ളതിൽ കവിഞ്ഞ് തങ്ങൾ ഇതെങ്ങനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുപോലും ചർച്ചയ്ക്ക് വിധേയമാക്കാത്ത ഒരു ഇടതുപക്ഷമായി ഘടകകക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അല്ല, ഇവിടെ ഇത് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പാർട്ടിയുടെ വിഷയമല്ല. അത് ശ്രീജിത്ത് പണിക്കർ ആദ്യം പറയുകയുണ്ടായി, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ വിഷയം ഈ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകളിൽ തന്നെ ആദ്യം പറയുകയുണ്ടായി. പക്ഷേ അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇവിടെ നോക്കൂ, ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറ്, അദ്ദേഹം വളരെ ബഹുമാനാണ്. അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി, 1 ലക്ഷം രൂപ. അതിൻ്റെ മറുപടി ശ്രീജിത്ത് പണിക്കറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം സ്റ്റാർട്ടപ്പുകളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കമ്പനി, ഈ എക്സാലോജിക്കിൻ്റെ 1 ലക്ഷം രൂപയാണ് അടിസ്ഥാനപരമായി. അവർ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഞാൻ ഓരോരുത്തരും പറയുന്നതിന് മറുപടി പറയേണ്ടത് ഒരു ആവശ്യകതയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നോക്കൂ, നമ്മൾ ഒരു IT കമ്പനിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബേസിക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അതിനകത്തുണ്ടാക്കുന്ന പ്രോഡക്ട്സ് മീൻസ് അത് സ്റ്റാർട്ടപ്പുകളാണ്. അത് നമ്മുടെ ഇപ്പോൾ ഡേറ്റാ ബേസ് ചെയ്തായിട്ട് അതേപോലത്തെ ഒത്തിരി കാര്യങ്ങൾ അവരുടേതായ ഒരു വ്യക്തിപരമായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന അവർ കണ്ടുപിടിക്കുന്ന ആ പ്രോഡക്റ്റിനാണ് വില. അല്ല അവരുടെ പറയാൻ പറ്റുമോ? അല്ല, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ബേസിക് ആയിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അത് കൃഷ്ണദാസ് സാറിൻ്റെ ഒരു ഈ മേഖലയിലുള്ള അറിവിൻ്റെ കുറവായിരിക്കാം എന്ന് തോന്നുന്നു. ബേസിക് ആയിട്ടുള്ള എത്രയോ കുട്ടികൾ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ബേസിക് ആയിട്ട് എത്രയാണ്? അവർ പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് എത്ര കോടി രൂപയിലേക്ക് കടന്നു? അതെങ്ങനെയാണ്? അവർ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഉണ്ടാക്കുന്ന അവരുടെ സ്റ്റാർട്ടപ്പുകളാണ് അതൊക്കെ. പിന്നീട് അവർ കമ്പനികൾക്ക് നൽകുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ വിടുന്ന വിലയാണ് വലുത്. ഇവിടെ ഈ കമ്പനി ഏത് തരത്തിലുള്ള സേവനമാണ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും ഈ റൂമിലിരുന്ന് പറയേണ്ട കാര്യമല്ല. അത് കമ്പനി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ കമ്പനി വ്യക്തമാക്കേണ്ടത് ഈ ചർച്ചയിൽ വിശദമാക്കേണ്ട കാര്യവുമില്ല. അത് ROCക്ക് അത് നൽകിയിട്ടുണ്ടവർ. ഏത് രീതിയിലാണ് നമ്മൾ ഈ മേഖലയിൽ ഇപ്പം എന്തായാലും ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ കമ്പനികൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് നമ്മളുടെ ഇവിടെ പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട. ഒരു വിധിയുടെ പകർപ്പ് മാത്രമാണ് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും പബ്ലിക് ഡോക്യുമെൻ്റേ അല്ല. ഇത്തരം രീതിയിൽ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലല്ല, ഞാൻ പറയട്ടെ മൊത്തം. പബ്ലിക് ഡോക്യുമെൻ്റ് മീൻസ് ഒരു കമ്പനി ROCക്ക് നൽകിയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ, ആ കമ്പനി ഏത് തരത്തിലുള്ള
പ്രവർത്തനമാണ് ചെയ്തത് എന്ന് അവർ പറയുന്നത് നമ്മൾ ലഭിച്ചിട്ടില്ല. അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഒരു വർഷമായി ഇത് നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വർഷമായി നിലനിൽക്കുന്ന വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വേളയിൽ നിങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാറ് പിന്നെ പറഞ്ഞു 4 മാസ കാലാവധിയാണ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. 4 മാസ കാലാവധിയാകുമ്പോൾ ഏത് തൊട്ട് തുടങ്ങും? മെയ് മാസമാകുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇതാണ് വിഷയം. ഇതാണ് ഇന്ന് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ കാരണം. ഒരു വിഷയമുണ്ടായി, ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാകട്ടെ. എത്ര നാളായി ഇവർ അന്വേഷിക്കുന്നു? അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? കണ്ടെത്താതെ അതിൻ്റെ അവിടെ ഇവിടെയും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മുൾമുനയിലാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. പകരം അതിൻ്റെ കൃത്യമായ എവിഡൻസ് പകരമായി നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട പാണ്ഡ്യാല ഷാജിക്കും ആ രീതിയിലുള്ള ഉറക്കമില്ലായ്മയോ ഉറക്കക്കേടോ ഉണ്ടായേക്കാം. അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഉറക്കക്കുറവ് മെയ് മാസം കഴിഞ്ഞതിന് ശേഷം തുടരും, യാതൊരു സംശയമില്ല. അതിന് ഞങ്ങൾ ബാധ്യസ്ഥരുമല്ല. ഇത് വിഷയം. ശരി, ഈ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ തന്നെ അതിനകത്ത് വിശദീകരണം തന്നെ. ഒരു കമ്പനി, താങ്കളുടെ ഒരു കമ്പനി, ഞാൻ പറയട്ടെ മൊത്തം, താങ്കളുടെ ഒരു കമ്പനി ഇതേപോലെ ഒരു വിഷയം വരുമ്പോൾ താങ്കൾ മാധ്യമങ്ങളുടെ മുമ്പിലാണോ പറയുന്നത്? താങ്കൾ മുഖ്യമന്ത്രിയുടെ അല്ലായിരിക്കാം, മറ്റു വ്യക്തിപരമായാലും ഞാൻ നൽകുന്ന എൻ്റെ കമ്പനിയുടെ വിവരങ്ങൾ ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ സൂക്ഷിക്കും. അല്ലാതെ മറ്റു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ചില ഫൈൻഡിങ്സ് മാത്രമാണ്. പക്ഷേ തിരിച്ചുള്ള കാര്യങ്ങളില്ല. അത് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ 9 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. അതെ, ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് CMR തന്നെയാണ് പറഞ്ഞത്. എന്താ, വളരെ പെട്ടെന്ന് തന്നെ എത്താം. ശ്രീജിത്ത് പണിക്കറിലേക്കും കൃഷ്ണദാസിലേക്കും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീജിത്ത് പണിക്കരോടും കൃഷ്ണദാസിനോടും മറുപടി തേടേണ്ടതുണ്ട്. ആദ്യം ശ്രീ കൃഷ്ണദാസിലേക്ക്. ഇവിടെ വളരെ ചെറിയ തുകയ്ക്ക് തുടങ്ങിയ നിഷ്കളങ്കമായ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ്. കോടികളുടെ ലാഭം ഉണ്ടാക്കിയതാണോ തെറ്റ് എന്നാണ് ചോദ്യം. ശ്രീ കൃഷ്ണദാസ്, കേൾക്കാൻ സാധിക്കുന്നില്ല. താങ്കളുടെ ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ശ്രീ പ്രഭാതിനോട് മറുപടി പറയാനുള്ളത്, 1 ലക്ഷം രൂപയ്ക്ക് ഒരു കച്ചവടം തുടങ്ങിയിട്ട് 2 കോടിയോ 10 കോടിയോ കച്ചവടം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മുതൽ മുടക്ക് 1 ലക്ഷമേ ഉള്ളൂ, അതുകൊണ്ട് 2 കോടിയുടെ അല്ലെങ്കിൽ 10 കോടിയുടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഗതി ഇല്ല. പക്ഷേ CMRL പോലെ ഒരു ഗവൺമെന്റ് സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനി ഒരു കരാർ കൊടുക്കുന്ന സമയത്ത് അത് ടെൻഡർ വിളിച്ചിരുന്നോ, അതോ അത് നേരെ ഒരു ഓർഡർ കൊടുത്തിരുന്നതാണോ? യാതൊരു വിധത്തിലുള്ള ടെൻഡറും വിളിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു പെട്ടിക്കടയ്ക്ക് നിങ്ങൾ ഒരു 2 കോടിയുടെ ഈ പറയുന്ന ഒരു ഓർഡർ കൊടുക്കുകയാണ്. എന്നിട്ട് പ്രഭാതനോട് ചോദിക്കുന്ന സമയത്ത് ഈ 2 കോടിക്ക് നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത് എന്ന് പറയുമ്പോൾ, അല്ല അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട, അത് നമ്മുടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ കമ്പനി ഏതാ? CMRL. സർക്കാരിന്റെ KSIDCക്ക് 15% ഓഹരിയുള്ള കമ്പനി. CMRLന്റെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ ഒരു നോമിനി ഡയറക്ടർ ഉണ്ട്, ശ്രീമാൻ രവിചന്ദ്രൻ. സർക്കാരിന്റെ നോമിനിയാണ് പ്രഭാത്. സർക്കാരിന്റെ, അതായത് ഈ കേരളത്തിലെ ജനങ്ങളുടെ അതായത് അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കേണ്ട ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഈ ഫ്രോഡ് കരാർ എൻട്രി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഈ KSIDC എന്ന കമ്പനി എന്തെങ്കിലും സംഗതി പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല പ്രഭാത്. ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിരുന്നു. ഒരു കൊട്ടേഷനും ഇല്ല, ടെൻഡറും ഇല്ല, ഒന്നുമില്ല. നേരെ 1.72 കോടിയുടെ ഒരു കൊടുത്തിരിക്കുന്നു. ആർക്കാ കൊടുത്തിരിക്കുന്നത്? 1 ലക്ഷം മുതൽ മുടക്കിയ ഒരു ഓഹരി മൂലധനമുള്ള ഒരു എക്സാലോജിക് എന്ന കമ്പനി. ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ പ്രഭാതനെ വെല്ലുവിളിക്കുന്നു. 1 ലക്ഷം മൂലധനമുള്ള ഒരു കമ്പനി ഞാനിപ്പോ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഒരു 2 കോടിയുടെ ഓർഡർ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഡർ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. വെല്ലുവിളിക്കുന്നു താങ്കളെ ഞാൻ. ഇപ്പോ ഇത് ഒരു പക്ക ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. അത് CMRLന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള സേവനവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്റെ പ്രഭാതി ഇവിടെ പറയുക,
ആ കമ്പനിക്കാർ പറയണ്ടേ എന്ത് സേവനമാണ് കൊടുത്തതെന്ന്? പറയേണ്ട ആവശ്യമില്ല. കാരണം കരാർ എഴുതിയ കമ്പനി തന്നെ പറയുന്നു ഞങ്ങൾക്കൊരു സേവനവും തന്നിട്ടില്ല. എന്താ ആ കമ്പനി പറയാ? അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആ കമ്പനി ഇൻകം ടാക്സ് ലാഭിക്കാൻ വേണ്ടി അവർ ഒരു അപ്പീൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു ഹർജി കൊടുത്തതാണ്. അതാണ് സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത്, ഇത് ഒരു ബിസിനസ് ചെലവല്ല, ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാനായി ഉണ്ടാക്കിയ കരാറാണ്, ഇതിൽ നിങ്ങൾക്ക് ടാക്സിന്റെ എക്സംഷൻ കിട്ടില്ല എന്ന്. ടാക്സിന്റെ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെറ്റിൽമെന്റ് ബോർഡിലേക്ക് CMRL പോയത്. ഇത് ശുദ്ധ തട്ടിപ്പാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിരിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്, ഫ്രോഡാണ്, ഒരു വൈറ്റ് കോളർ ക്രൈമാണ്. താമസിയാതെ തന്നെ അവർ ഉള്ളിൽ പോകുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ശ്രീജിത്ത് പണിക്കർ, ശ്രീ പ്രഭാത് ഇവിടെ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലൊക്കെ പോസിബിൾ അല്ലേ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ പോസിബിൾ ആണ്. ചെറിയ മുതൽ മുടക്കിൽ വരുന്ന കമ്പനികൾ വളരെ വലിയ രീതിയിലുള്ള ഡീലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ സുതാര്യവുമാണ്. കാരണം അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരെ പറ്റി, കമ്പനികളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ആ രീതിയിലുള്ള നിലയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ശ്രീമതി വീണ വിജയന്റെ കമ്പനി കൈവരിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ പറഞ്ഞതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ സ്വാധീനം കൊണ്ട് ഒരുപക്ഷെ കിട്ടാവുന്ന രീതിയിലുള്ള ചില കരാറുകൾ എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളെ മറികടന്നുകൊണ്ട് ചെറിയ മൂലധനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഈ പലപ്പോഴും കമ്പനിക്കാരുമായിട്ട് മുതലാളിമാരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അത് BJP നേതാക്കളാണെങ്കിൽ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് കാണാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് പ്രശ്നം. അത് എന്റെ ആരോപണമല്ല, നേരെ മറിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം ശരിയാണ്, ഇതിനെപ്പറ്റി വിശദീകരണം നൽകേണ്ടത് നമ്മൾ ആരുമല്ല, പാർട്ടിയല്ല, ആ കമ്പനി തന്നെയാണ് എന്ന്. ഞാൻ താങ്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഇത് വിശദീകരണം നൽകിയിരിക്കുന്നത് ആദ്യമേ തന്നെ പാർട്ടിയാണ്. നാളെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ആ കമ്പനിക്ക് ഇത് വിശദീകരിക്കാനുള്ള ഒരു ചുമതലാബോധം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ആ കമ്പനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കമ്പനി തന്നെ ഡോർമെന്റ് ആണ്. ഇപ്പോ ഇത്രയും കാലമായിട്ട് അവരത് വിശദീകരിച്ചില്ല. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൃത്യമായ രീതിയിൽ ഒരു കാര്യം നടത്തുന്ന സമയത്ത് ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്നു, ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ നടത്തുന്ന സംവിധാനം, ആ കമ്പനി എല്ലാം ഫ്രോഡാണ്, അതിൽ കുറേയധികം ഉടായ്പ പരിപാടികളുമായിട്ടാണ് ഇവരെല്ലാം കൂടെ പോകുന്നത്, ഇവരൊരു സേവനവും കൊടുക്കാതെയാണ് പ്രതിഫലം കൈവാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും ശ്രീ പ്രഭാത്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, എന്നെ കേട്ടിരുന്നെങ്കിൽ അവരുടെ അഭിപ്രായം മാറും എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ ഞാൻ കോടതിയിൽ ചലഞ്ച് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന എന്റെ കമ്പനിക്ക് അപകീർത്തികരമായിട്ടുള്ള, വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളെ ഈ ഓർഡറിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുമായിരുന്നു. അപ്പൊ ഈ വിശദീകരണം ഈ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, അവർ കോടതിയിലും പോയിട്ടില്ല. അവർ കോടതിയിലും പോകാതിരിക്കുന്ന സമയത്ത് മറ്റൊരു സംവിധാനം ഇത് അന്വേഷിക്കുന്നു. ആ സംവിധാനവും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? അപ്പൊ ഈ പാർട്ടി വിശദീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വിശദീകരിക്കുന്ന മുഴുവൻ പാർട്ടി, ഇവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവരും മിണ്ടുന്നില്ല. അവർക്ക് ഈ കാര്യത്തിൽ ശ്രീ പ്രഭാതിനുള്ള ആശങ്ക പോലുമില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ശ്രീ പ്രഭാതിന് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് അദ്ദേഹത്തിനാവുന്ന നിലയ്ക്ക് ശ്രമിക്കുമ്പോൾ അതിനുള്ള ഒരു താല്പര്യം പോലും ആ കമ്പനി നടത്തുന്ന ആൾക്കാർക്കോ ആ കമ്പനിക്കോ ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ കമ്പനി ഒരു പ്രോഡക്റ്റ് കമ്പനിയാണ് എന്നാണ് ശ്രീ പ്രഭാത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ സർവീസസ്? നമ്മുടെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ ഒക്കെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഇവിടെ, അതിലവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന രീതിയിൽ അവരുടെ ഏതെങ്കിലും സംവിധാനവുമായി ബന്ധപ്പെട്ട CMRLന് അവരൊരു സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരുന്നത് എങ്കിൽ അത് എന്ത് സോഫ്റ്റ്വെയർ ആണ്? ആ സോഫ്റ്റ്വെയർ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ ഒരു ടെസ്റ്റിമോണിയൽ കണ്ടതിന് ശേഷം അവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണോ CMRLും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്? അതിനുള്ള ഒരു കോൺട്രാക്ടിങ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം ഇവിടെ നടന്നിട്ടുണ്ടോ? എന്താണ് അവരുടെ കേപ്പബിലിറ്റി? ആ കേപ്പബിലിറ്റി പോലും ഇവിടെ ഇല്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതിനെ ലളിതമായിട്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന യുക്തിക്ക് അനുസരിച്ച് അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ കാര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തങ്ങൾക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ട് അതിനെ എക്സ്പെൻഡ് ചെയ്യാൻ പോലും കോടതിയിലേക്ക് പോകാതിരിക്കുന്ന ഒരു കമ്പനിയാണ് ശ്രീ പ്രഭാത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതെങ്കിലും ഒന്ന് ഓർത്ത് നോക്കുക, മിനിമം. അതെ, ശ്രീ പാണ്ഡ്യാല ഷാജി, കേവലം 1 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നിർണായക ഘട്ടം എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ മാസപ്പടി എന്ന് പറയുന്നത് കള്ളപ്പണവും കൈക്കൂലിപ്പണവുമാണ് എന്ന് തെളിയുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് തന്നെയല്ലേ ചെന്നെത്തുന്നത്?
തീർച്ചയായും അതുണ്ടാകും. ഞാൻ ഒറ്റ സെക്കൻഡോട് പറയാം. ഒന്നാമത് ഇത്തരത്തിലുണ്ടാകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളെല്ലാം അപ്പനില്ലാത്ത കമ്പനികളാണ്. അപ്പനില്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുക. ഈ അപ്പനില്ലാത്ത കമ്പനികൾ മുഴുവൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടത്താനുള്ള പേപ്പർ കമ്പനികൾ മാത്രമാണ്. അത് പേപ്പർ കമ്പനികൾ മാത്രമാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഇത് അന്വേഷണത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറെ വൈകാതെ മിസ്റ്റർ പ്രഭാത് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും ഇവരെല്ലാവരും പോകാനിരിക്കുന്നത് ഈ സകുടുംബം പോകാനിരിക്കുന്നത് കൃത്യമായും ജയിലിലേക്ക് തന്നെയായിരിക്കും. അത്രയും വലിയ ക്രൈം അവർ ചെയ്തിരിക്കുന്നത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന ഒരു സംഭവം തീർച്ചയായും അത് പ്രതികാരത്തിൻ്റെയോ വാശിയുടേതല്ല. നിങ്ങൾക്ക് അയാളെ അറിയില്ല, നിങ്ങൾക്ക് ആ കുടുംബത്തെയും അറിയില്ല, നിങ്ങൾ ദൂരെ നിന്ന് കണ്ടതാണ്. എനിക്കിത് കൃത്യമായിട്ട് അറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചർച്ചയിൽ പറഞ്ഞത്, സീറോ ബാലൻസ് നിന്ന് തുടങ്ങി ഇത്രമാത്രം കോടികൾ ഉണ്ടാക്കിയിരിക്കാനുള്ള വരുമാന മാർഗത്തിലെ ധനസമാഹരണ രീതി, അതിന്റെ മെത്തഡോളജി ഏതാണെന്ന് തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സാമാന്യ ബുദ്ധി പൊതുജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നും ആ പൊതുജനങ്ങൾ കാണിക്കുന്നതിന്റെ അനുകൂലമായാണ് വാസ്തവത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നതെന്നും തിരിച്ചറിയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ജനാധിപത്യ ബോധം താങ്കൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയാം. എനിക്ക് അവസാനമായിട്ട് പറയാം. അതെ, തീർച്ചയായും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാസപ്പടി വിവാദത്തിന് പിന്നാലെയുള്ള എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണം മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും കടുത്ത പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്തുതി പാഠകരും ന്യായീകരണ തൊഴിലാളികളും മത്സരിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും 4 മാസത്തിനകം വരുന്ന റിപ്പോർട്ട് ഏതു തരത്തിൽ തിരിച്ചടിക്കും എന്ന് കാണേണ്ടി തന്നെ ഇരിക്കുന്നു. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.